എനിക്ക് ഭയങ്കര നെഞ്ചെടുപ്പും നല്ല പേടിയും തോന്നുന്നുണ്ട്. എനിക്കെപ്പോഴും എല്ലാവരും എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കാനായിട്ടാണ് തോന്നുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം വരുന്ന ബാക്കി എല്ലാ സിനിമകളും എല്ലാ ആക്ടേഴ്സിനും എൻ്റെ വക ഓൾ കൺഗ്രാറ്റ്സ്. കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലെ പ്യൂഴ്സും ഇതുപോലുള്ള ആളുകളില്ലെങ്കിൽ എനിക്കൊന്നും ആവാൻ പറ്റില്ല. സോ ഐ തിങ്ക് ഞാനിത് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കാണ്. പിന്നെ ടു ജൂറി ഇതുപോലുള്ള എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ യങ്സ്റ്റേഴ്സിനെ അവർ ശരിക്കും എൻകറേജ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ചാർലിയുടെ അഭിനയം എത്രത്തോളം ശ്രമകരമായിരുന്നു ബാക്കിയുള്ള റോളുകളെ അപേക്ഷിച്ച്? എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ മുതലേ അതൊരു വളരെ സ്പെഷ്യൽ പടമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ പക്ഷേ അത് മാർട്ടിൻ ചേട്ടനാണെങ്കിലും ഉണ്ണിച്ചേട്ടനാണെങ്കിലും അവരത് കൺസീവ് ചെയ്ത് മുതലേ ചാർലി എന്താണെന്നുള്ളൊരു ഭയങ്കര ഒരു ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതിന് എനിക്ക് എന്താണെന്ന് മനസ്സിലായതോടെ പിന്നെ എനിക്കൊരിക്കലും അത് ഡിഫിക്കൽട്ടായി തോന്നിയില്ല. എനിക്ക് ആ ഫുൾ ഞങ്ങൾ 8 മാസം അപ്പുറം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചാർലിയെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അതെ, എനിക്ക് ഞങ്ങളുടെ ഫുൾ ടീം എല്ലാവർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചാർലിയിൽ നിന്നുള്ള എല്ലാവരും, ഉണ്ണിച്ചേട്ടനാണെങ്കിലും മാർട്ടിൻ ചേട്ടനാണെങ്കിലും ജോമോനാണെങ്കിലും ഇൻക്ലൂഡിങ് ഐ തിങ്ക് ജോജു ഇസ് ഗോട്ട് ഒരു സ്പെഷ്യൽ മെൻഷൻ. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി. ഞാൻ 2 ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയിൽ മമ്മൂക്കയും ദുൽഖർ സൽമാനും ഒരിക്കലും പരസ്പരം കമ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം അങ്ങനെ ചെയ്തിട്ടില്ല. എങ്കിലും ഈ അവാർഡിൻ്റെ അവസാന റൗണ്ടിൽ 2 പേരും ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു കൗതുകവും വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. എന്താണ് ആ ഒരു അനുഭവം ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയ സമയം? എനിക്ക് എന്താ പറയുക, ഒരേ സെൻറ്റൻസിൽ തന്നെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത് തന്നെ അത് വലിയ കാര്യമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറേ അവാർഡ്സിനൊപ്പം ഇതിൽ ഒരു സംഭവം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ സന്തോഷമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ആക്ച്വലി ഒരിക്കലും അവാർഡ്സ് എക്സ്പെക്ട് എൻ്റെ ഒരു ഇനിഷ്യൽ ഡെബ്യൂ അവാർഡ്സ് ഒക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ അവാർഡ്സ് എക്സ്പെക്ട് ചെയ്ത് നിർത്തി. കാരണം എനിക്ക് ഇത് തന്നെ അത്യാവശ്യം വളരെ ഏർലി ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എല്ലാം നമ്മൾ ഏൺ ചെയ്യേണ്ടി വരുന്ന ഒരു ഇൻഡസ്ട്രിയായിട്ട് എനിക്ക് തോന്നിയേക്കും. നമ്മുടെ ഓഡിയൻസ് ആണെങ്കിലും എപ്പോഴും അവർക്ക് ക്ലിയർ ആയിട്ട് അറിയും ഇത് ആര് ഡിസേർവ് ചെയ്യേണ്ടത് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഗ്രോ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ചാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത് അവർ തീരുമാനിക്കുന്നത്. സോ എനിക്കിത് ചിലപ്പോൾ ഇത്തിരി ഏർലി ആയിരിക്കാം, പക്ഷേ എന്നാലും ഞാൻ വളരെ സിൻസിയറായിട്ട് എഫേർട്ട് ഇടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ട്രാവൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു എക്സാക്ട് ക്യാരക്ടറിനെ ഞാൻ ഐ ഹാവ് നോട്ട് സീൻ ഒരു എനിത്തി. എനിക്ക് അങ്ങനെ ഒരു റെഫറൻസ് ഒന്നുമില്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ മാർട്ടിനും ഉണ്ണിച്ചേട്ടനുള്ള അവരുടെ ക്ലാരിറ്റിയോടെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനും മുമ്പോട്ട് പോയത്. കൽപ്പന ചേച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മിക്കവാറും കൽപ്പന ചേച്ചി ആയിരുന്നിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ. സോ കൽപ്പന ചേച്ചിക്ക് എൻ്റെ വലിയ താങ്ക്സ്. കാരണം അതുപോലുള്ള ആർട്ടിസ്റ്റ് ഈ പടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് പെർഫോം സോ വെൽ.